നമ്മുടെ കോഴിക്കോട് അടുത്തൊരു ഗുരുഗ്രാം ആയി മാറുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം, എൻ്റെ ഒരു ചോദ്യം. കോഴിക്കോട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോ മോർ എ കോസ്റ്റൽ സിറ്റി എനിമോർ. ഒരു സിറ്റി ഇൻ ട്രാൻസ്ഫോർമേഷൻ, ഇൻ ഹൈ ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇന്ത്യയിലെ തന്നെ അത്രയും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയിൽ കോഴിക്കോടിനെ തീർച്ചയായിട്ടും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഏകദേശം 10% വളർച്ച അല്ലെങ്കിൽ പ്രൈസ് വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെന്നാണ് കണക്ക്. ഏകദേശം 50 കമ്പനികളിലാണ് സൈബർ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്ക് സ്പേസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരുപക്ഷെ ഒരു ഫുഡ് ടൂറിസം ഹബ്ബായിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്ന നല്ലൊരു സിറ്റിയാണ് കോഴിക്കോട്. ഒരു പ്രത്യേക വൈബാണ് കോഴിക്കോട്. നൈറ്റ് ലൈഫ്, കോഴിക്കോടിന്റെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടാണ്. ഒരു ഭാഗത്ത് വളരെയധികം യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റി, അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് വളരെയധികം ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റി. മെഡിക്കൽ ടൂറിസത്തിന് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്, ഹോസ്പിറ്റാലിറ്റിക്ക് അറിയപ്പെടുന്ന ഒരു സിറ്റി. സോ ഇത്രയൊക്കെ ഉള്ള വലിയൊരു നഗരമായിട്ട് കോഴിക്കോട് ഇങ്ങനെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഹോളിഡേ സീസണിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിട്ട് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് മറ്റൊരു ഗുരുഗ്രാമായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് മറ്റൊരു ഗുരുഗ്രാമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുഗ്രാമിൽ മഴ പെയ്ത സമയത്ത് ഏകദേശം 20 കിലോമീറ്ററോളം നീണ്ട റോഡ് ബ്ലോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോടിന്റെയും സിറ്റുവേഷനിൽ ഒരു പക്ഷെ നമുക്ക് പേടിക്കേണ്ട ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിറ്റി ഓഫ് റോഡ് ബ്ലോക്സ് എന്നുള്ള രീതിയിലേക്ക്. ഒരു ഹോളിഡേ സീസൺ വന്നപ്പോഴേക്കും, ഇനി ഹോളിഡേ അല്ലാത്ത സമയങ്ങളിൽ പോലും ആ ഒരു നീണ്ട ട്രാഫിക് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു ഭാഗത്ത് കോഴിക്കോട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം ഇത്തരത്തിലുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പിറകോട്ടാണോ, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു അർബൻ പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആസ് എ കരിയർ അനലിസ്റ്റ് കോഴിക്കോടിൻ്റെ ഈ വളർച്ചയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കോഴിക്കോടിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മേഖലയിലാണെങ്കിലും ശരി, അതല്ല എന്താ പറയുക, ഗ്രീൻ ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. മെഡിക്കൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് കരിയറിലുണ്ട്. സോ ഇതെല്ലാം കോഴിക്കോടിന് വലിയ ഒരു കരിയർ സിറ്റി ഓഫ് എന്താ പറയുക, ഒരു കരിയർ ഗോൾഡ് മൈൻ തന്നെ, ഒരു അൺടാപ്ഡ് കരിയർ ഗോൾഡ് മൈൻ തന്നെ കോഴിക്കോട് മെർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. സോ ഇത് എന്തൊക്കെയാണെങ്കിലും ഒരു ചലഞ്ചാണോ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ, ഇനി രണ്ടാണെങ്കിലും ശരി, യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ദർ ഇസ് എ സീ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് അറ്റ് കാലിക്കറ്റ്. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഈവൻ ഗുഡ് ഗവൺമെന്റ്സിൽ ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ് പൊളിറ്റീഷ്യൻസിന് വരെ കോഴിക്കോട് ഇനി ഹൈ ഡിമാൻഡ് ഉണ്ട്, ഹൈ സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ്, അത്തരത്തിലുള്ള പബ്ലിക് സർവൻസ് ആണ്, ഇങ്ങനെ അടിമുടി എല്ലാ രീതിയിലും ഫ്യൂച്ചറിസ്റ്റിക്കലി തിങ്ക് ചെയ്യുന്ന ആളുകളാണ് ശരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോടിന് ആവശ്യം. എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ?